തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തുറന്നു പറച്ചിലുമായി CPM നേതാക്കൾ. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് പി രാജീവ് പറഞ്ഞു. PK ശ്യാമലയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ MV ഗോവിന്ദനെതിരെ പരോക്ഷ വിമർശനവുമായി പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും രംഗത്തെത്തി. രണ്ട് ഘട്ടമായാണ് ഇത്തവണ CPM സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്തത്. ഈ മാസം 7-8 തീയതികളിൽ ചേർന്ന രണ്ടാം ഘട്ട യോഗം കീഴ്ഘടകങ്ങളുടെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച റിവ്യൂ റിപ്പോർട്ടും വിശദമായി ചർച്ച ചെയ്തു. തൊട്ടുപിന്നാലെ 13-14 തീയതികളിൽ മലപ്പുറം അരീക്കോട് സംഘടിപ്പിച്ച EMSന്റെ ലോകമെന്ന ദേശീയ സെമിനാറിലാണ് തെരഞ്ഞെടുപ്പ് തോൽവിയിലെ CPM നേതാക്കളുടെ തുറന്നു പറച്ചിൽ. മധ്യവർഗത്തിന്റെ ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും വികസനം കൊണ്ട് വിവാദങ്ങളെ മറികടക്കാമെന്ന ആത്മവിശ്വാസം തിരിച്ചടിയായെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. മതനിരപേക്ഷ രാഷ്ട്രീയം ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു. വെള്ളാപ്പള്ളി വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഇതിന് ഉദാഹരണമെന്നും പി രാജീവ്. വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ്, അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുമെങ്കിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ നടപടിയെടുക്കാൻ വൈകിയതും വീഴ്ചയെന്ന് രാജീവിന്റെ സ്വയം വിമർശനം. പാർട്ടി തീരുമാനങ്ങൾ അണികളിലേക്ക് എത്തുന്നില്ലെന്നും പാർട്ടി ക്ലാസുകളുടെ രീതി മാറണമെന്നും രാജീവ് തുറന്നടിച്ചു. തളിപ്പറമ്പിലെ PK ശ്യാമലയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ പരോക്ഷമായി വിമർശിച്ച് സെമിനാറിന്റെ സമാപന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി MA ബേബിയും രംഗത്തെത്തി. ചിലര് അവരുടെ അർഹത കൊണ്ട് സ്ഥാനാർത്ഥിയാകുമ്പോൾ അവരുടെ ബന്ധുത്വം പറഞ്ഞ് ബൂർഷ്വാ മാധ്യമങ്ങൾ കടന്നാക്രമിക്കും. അതിന്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. അതേസമയം ഈ ബൂർഷ്വാ മാധ്യമങ്ങൾ ഒരുപക്ഷെ അർഹതയുള്ള ഇയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിനൊരു വലിയ വിഷയമാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ കടന്നാക്രമിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞ് ഔചിത്യപൂർവ്വം അത് വേണ്ട, അതിനു പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അതിനകത്ത് ഞാൻ മുൻകൈയെടുക്കണം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി സെക്രട്ടറി പുറത്തു പറഞ്ഞതിനുമപ്പുറം മുതിർന്ന നേതാക്കൾക്ക് തുറന്നു പറയാനുണ്ടെന്ന സൂചന കൂടിയാണ് പുതിയ വിമർശനങ്ങൾ. മീഡിയ 1 തിരുവനന്തപുരം.